ഹലോ, അസ്സലാമലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖമാണല്ലേ? അൽഹംദുലില്ലാ, ഞമ്മക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? എല്ലായിടത്തും പനിയൊക്കെയാണ്. ഞമ്മക്കും തന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് വന്ന് പോയിട്ടോ. അങ്ങനെ ഏതായാലും ഞമ്മക്ക് ഇന്ന് ചായക്ക് കടിയെന്ന് വെച്ചാൽ നമ്മളെ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കണ അപ്പമാണ് കേട്ടോ. ഈ അപ്പം മിന്നുട്ടിക്ക് ഭയങ്കര തൃപ്തിയാണ്. സനൂനും ജീനൂനും ഇഷ്ടമല്ല. നമ്മൾ പിന്നെ ഇങ്ങോട്ട് കടിച്ചാത്ത എന്തൊരു സാധനം നമ്മൾ തിന്നും. അതുകൊണ്ട് ഞമ്മക്കും വലിയൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ തിന്നൂലേ വെച്ചാൽ തിന്നും. അപ്പം ഇച്ചും വലിയ തൃപ്തിയൊന്നും ഇല്ല. അങ്ങനെയാണ്. ഏതായാലും നേരം പൊളിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് മാണ്ടണ്യാളെ. അപ്പോൾ എന്നിപ്പോൾ ഒരു പൂരിയും പുട്ട് അപ്പം ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പം പിന്നെ ഞാൻ ഈ ഒരു അപ്പം ചുട്ടുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ, കുറച്ച് എണ്ണയൊക്കെ ആക്കി ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടുകാണ്ട് അത് വേവിച്ചെടുത്തിക്കണം കേട്ടോ. അപ്പോൾ അതിപ്പോൾ എല്ലാവർക്കും അറിയാം. നമ്മൾ മിക്സീൻ്റെ ജാറിൽ കുറച്ച് വെള്ളം പറന്നുകാണ്ട് അത് അരച്ചുണ്ടാക്കിയിട്ട് നമ്മളെ ഉഴുന്ന് ദോശ ചുടൂലേ, അതേമാതിരി ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. അപ്പം എന്നും ചുട്ടാൽ പറ്റൂല, ഇടയ്ക്കിടയ്ക്ക് ചുട്ടാലും പറ്റൂല. അപ്പോൾ കുറേ ആയിക്കണേ, ഒരു 3-4 മാസമായിക്കണം ഇപ്പോൾ ഈ ഒരു അപ്പം ചുട്ടിട്ടാ. അപ്പോൾ വലിയൊരു തൃപ്തി ഇല്ലാത്ത ആൾക്കാരും തിന്നും. അപ്പോൾ ഏതായാലും ഞാനൊക്കെ കൂട്ടാൻ ഉണ്ടാക്കിയത് കേങ്ങ് ഇങ്ങനെ കുത്തി ഉടച്ചിക്കാണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി ചായയുടെയൊക്കെ കഴിഞ്ഞ് നമ്മളെ പന്നിയൊക്കെ കുത്തിയിൽ ബാക്കിയില്ല കുറച്ച് ചേമ്പുണ്ട്. അത് നമുക്കൊന്ന് നോക്കി നോക്കാം അതിൽ വല്ലതുണ്ടോയെന്നൊക്കെ. ഏതായാലും ഞാൻ ഒന്ന് വലിച്ചു നോക്കട്ടെ കേട്ടോ. വലിച്ചിട്ട് കിട്ടേണ്ട മക്കളെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടിരിക്കണമെന്നാണ് തോന്നുന്നത്. ഏതായാലും പൊടിയും വലിയും കൂടി ഞാനും നമ്മളെ ചേമ്പും നല്ല പൊടിയും വലിയേനി. ഞാൻ അങ്ങോട്ട് അടിച്ചുമ്പോൾ ചേമ്പ് അങ്ങോട്ട് അടിച്ചാൽ ഏതായാലും ചേമ്പ് തോറ്റ് ഞാൻ ജയിച്ചിട്ടോ. അങ്ങനെ ഏതായാലും കുറച്ചൊക്കെ ചേമ്പ് വിത്തയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ ഒന്ന് കജ്ജോണ്ട് ഇങ്ങനെ മാന്തി വെക്കാണ്. ഇങ്ങനത്തൊക്കെ സാധനം ഉണ്ടല്ലോ, നമുക്കിങ്ങനെ കുഴിച്ചിട്ടത് ഇങ്ങനെ പറിച്ച് ഇങ്ങനെ മാന്തി എടുക്കാനുണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിതാക്കണേ എങ്ങനെ നോക്കി വെക്കാണ് ഇനി ഉണ്ടോയെന്നുള്ളത്. അപ്പോൾ ഏതായാലും ഈ തള്ളഞ്ഞി നമുക്ക് എന്താടണം, അതിൻ്റെ അടിഭാഗം എടുത്തിട്ട് മേലെ ഭാഗം നമുക്ക് ഇനിയും വേണം കുഴിച്ചിടാം. അപ്പോൾ അതിന് ഞാൻ കത്തി എടുത്തിട്ടില്ല, ഇനി കത്തി എടുത്ത് വരട്ടോ. അങ്ങനെ ഇതാക്കണേ നമ്മൾ വെട്ടത്തിയും കൊണ്ട് വന്നിക്കണം. വെട്ടത്തിയല്ല, ഒരു ഭാഗത്തി. അപ്പോൾ നമുക്ക് അതിൻ്റെ തള്ളയാണ് മുറിച്ചെടുക്കാം, ബാക്കി ഭാഗം നമുക്ക് അവിടെ തന്നെയാണ് കുഴിച്ചിടണം കേട്ടോ. അപ്പോൾ ഇതാക്കണേ, ഇതൊക്കെയാണ് ഇപ്പം നമ്മളെ ചേമ്പിൻ്റെ കുട്ടികൾ, തള്ളിയും കുട്ടികളുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഒന്നും കൂടി ഇങ്ങനെ ഒളിച്ചിരിക്കണുണ്ട്. അപ്പോൾ അതും കൂടി ഞാനൊന്ന് നമ്മളെ കത്തി കൊണ്ട് ഒന്ന് ഇതാക്കി എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചേമ്പായി, ചേമ്പും കുട്ടികളായി, പിന്നെ തള്ളിയായി, അങ്ങനെ ഒരു കറൂത്തിയും എടുത്തു. അപ്പോൾ എന്തേ കാരം കൂട്ടാൻ ഇന്ന് നമ്മളെ പടുകൂട്ടാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊരു 3 ഓരിയാക്കി വെക്കുകയാണ് കേട്ടോ. 2 താത്താർക്കും ഇച്ചു. അങ്ങനെ നമ്മൾ 3 ഓരിയാക്കി വെച്ചിക്കണ്. അപ്പം എല്ലാവരും പടുകൂട്ടാൻ ഉണ്ടാക്കട്ടെ അല്ലേ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ, ചേമ്പും തള്ളിയും കറൂത്തിയും ഒക്കെ വെച്ച്. പിന്നെ ഞാൻ 2 എടുത്തിട്ടുള്ളൂ. ഇവിടെ വലിയ മക്കൾക്ക് തൃപ്പതി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്താട്ടി 2 ചേമ്പത്തെ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതും കൂടി ഒന്ന് മുറിച്ചെടുക്കണുണ്ട് കേട്ടോ. തള്ള വന്തീന് കേട്ടോ, സാറായിട്ട് വന്തൊക്കെ ചെയ്തിക്കണം. അങ്ങനെ ഏതായാലും ഞാനൊരു ചെറിയൊരു കറുത്തക്കായി ഞാനും എടുത്തിക്കണം. ഇനി നമുക്ക് ചേമ്പൊന്നും തണ്ടെടുക്കാൻ പോകല്ലേ. അങ്ങനെ ഇതാക്കണേ, ഇവിടെ ഒരു മുരടും കൂടി ഉണ്ട്. അതിൽ ചിലപ്പോൾ കല്ലിൻ്റെ ഉള്ളിലായതുകൊണ്ട് അതിൽ വിത്തുണ്ടോയെന്നൊരു സംശയമാണ്. എപ്പോഴേലുമൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഏതാക്കണം ഞാൻ 2 തണ്ടെടുക്കുന്നുണ്ട് കേട്ടോ. കുറേ കൂട്ടാൻ വെച്ചിട്ടും കാര്യമില്ല, ഞാനൊരു മനുഷ്യൻ തിന്നണം. അതാണുള്ളത്. എല്ലാവരും ഉണ്ടാകുകയാണെങ്കിലൊക്കെ ഒരു രസം മക്കളെ കൂട്ടാനൊക്കെ തിന്നാൻ. അതിന് ഇവിടുത്തെ മക്കൾക്ക് പറ്റൂല. പിന്നെ അപ്പം കുറേ ചേമ്പും തണ്ടൊക്കെ ഇട്ടിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ 2 ചേമ്പും തണ്ടാണ് എടുത്തിരിക്കുന്നത്. ആ 2 ചേമ്പും തണ്ടും കൊണ്ട് കഴിഞ്ഞ് നമുക്ക് നന്നാക്കണം. പിന്നെ അയലോകത്തെ പെരിന്ന് നമുക്ക് ഇത് തന്നീന് കേട്ടോ, ഇണ്ണിക്കാമ്പും തന്നിക്കണം. അപ്പോൾ ഇനി ഒന്നുകൂടി ഉണ്ട് കേട്ടോ അവിടെ. അത് നമുക്ക് ഇൻഷാ അല്ലാ നാളെ നമുക്ക് ഇണ്ണിക്കാമ്പും മുതിരയും വെക്കണം ഇൻഷാ അല്ലാ. അപ്പം അങ്ങനെ ഇതാക്കണേ, ഞാൻ എന്താട്ടി നമ്മളെ ചെറിയ ഒരു കറൂത്ത എടുത്തിക്കണം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് വെച്ചാൽ മതി എന്നുള്ളത്. ഇച്ചാണെങ്കിൽ ഇങ്ങനത്തെ കൂട്ടാനൊക്കെ നല്ല തൃപ്പതിയാണ്. പക്ഷേങ്കിൽ തിന്നാൻ ആളുണ്ടെങ്കിലാണ് അതൊക്കെ രസമുള്ളൂ. തിന്നും കേട്ടോ, ആൾ കൂടി ഇങ്ങനെ തിന്നണം.
പിന്നെ ഇച്ചും തന്നെ ചോറ്റക്കല്ല ഇത് ഇഷ്ടം. ഇത് കഞ്ഞി ഇങ്ങനെ കുടിച്ചുമ്പം കഞ്ഞിയിലിങ്ങനെ കുഴച്ച് തിന്നണം. അതാണ് നമുക്കിഷ്ടം കേട്ടോ. ഇതിക്കിപ്പോൾ ഒരു പൂളൻ്റെ ഒരു കമ്മി ഉണ്ട്. ഇതപ്പോൾ കാട്ടുന്നത് പൂളല്ല കേട്ടോ. അപ്പം നമുക്ക് ഇല്ലത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി കൂട്ടാനാണ് ഉണ്ടാക്കിയേക്കാം. അതാണ് ഇപ്പം ഇനി പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ചേമ്പും കൂടി ഞാൻ നല്ലോണം ഒന്ന് നന്നാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പം അങ്ങനെ അതും നന്നാക്കി എടുത്തു. ചേമ്പൊക്കെ നന്നാക്കി ഇനി നമുക്ക് നമ്മളെ ചേമ്പും തണ്ടുണ്ട് നന്നാക്കാൻ. ആ ചേമ്പും തണ്ടും കൂടി നമുക്ക് അങ്ങനെ ഇതാക്കി എടുക്കട്ടോ. ചില നേരത്തുണ്ട് ഈ ചേമ്പും തണ്ടിൻ്റെ തോലിങ്ങനെ ചീന്തുമ്പോൾ പോര് തന്നെയല്ല. ചിലന്ന് അതിനും വേണ്ടിയിട്ടുണ്ടല്ലോ നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടല്ലോ മറ്റേ ഈ വണ്ടർലയിലൊക്കെ ഇങ്ങനെ ചാടുന്നൊരു സാധനം ഉണ്ടല്ലോ തുഴഞ്ഞ് പോണേ നീന്തണമൊക്കെ അതിലാണ്ട് ഇട്ട മാതിരിയാണ്. വലിച്ചാലാണ്ട് മേയാണ്ട് സുറന്നാണ്ട് വലിഞ്ഞാണ്ട് പോരും. ഇതിപ്പോൾ അങ്ങനെ ഭയങ്കര ഗതികേടാണ്. ഇപ്പോൾ ഏതായാലും അങ്ങനെ ഇങ്ങനെ കാട്ടി ചെത്തിയെടുത്ത് ഏതായാലും നമ്മൾ ചേമ്പും തണ്ടും നന്നാക്കി. പിന്നെ നമ്മൾ തള്ള നന്നാക്കാണ് കേട്ടോ. തള്ളൻ്റെ ഒരു കണ്ട എടുത്തിട്ടുള്ളൂ, ബാക്കി ഞാനവിടെ വെച്ചിക്കണം കേട്ടോ. ഒക്കെ പാടെ വെക്കണ്ട വിചാരിച്ചിട്ട്. പിന്നെ ചേമ്പും തന്നെ ഞാൻ ചെറുതാക്കി അല്ല കേട്ടോ അരിയണത്, കുറച്ച് വലിയ കഷ്ണാക്കി കണ്ടാണ് അരിയണത് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ചേമ്പൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ അത്യാവശ്യം കുറച്ച് വലുപ്പത്തിൽ ഞാൻ അരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ നമ്മളെ ചേമ്പും തണ്ടും കൂടി ഞാൻ അങ്ങോട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഇനി നമുക്ക് എന്താട്ടണം, നമ്മളെ ഉണ്ണിക്കാമ്പുണ്ട് അരിഞ്ഞെടുക്കാണ്ട്, അതൊക്കെ എടുക്കാണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മളെ തള്ളയും കൂടി ഞാൻ ചെത്തിയെടുത്തുക്കണേ. അപ്പോൾ ഇതിങ്ങനെ ഇതാക്കുമ്പോൾ പൂള ആക്കണ മാതിരിയാണ് കേട്ടോ ഞാൻ ആക്കിയത്. പൂള അങ്ങനെ നമ്മൾ നുറുക്കൂല അതേമാതിരി. അങ്ങനെ ചേമ്പും തണ്ടും തള്ളയും ഒക്കെ അങ്ങോട്ട് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ വീഡിയോ കാണുന്ന ഇടയിലേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുകണെന്ന് വെച്ചെങ്കിൽ ഇത്രയും ഭാഗങ്ങൾ കണ്ടുകണെന്ന് വെച്ചെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, നമ്മൾ നിർബന്ധിച്ചില്ല കേട്ടോ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ണിക്കാമ്പിൻ്റെ ഒരു കഷ്ണം ഞാനവിടെ വെച്ചിക്കണം കേട്ടോ. നമ്മളെ സനുട്ടന് എന്താ പണി നിങ്ങൾക്ക് അറിയാം, ഒരു വത്തക്ക ഉണ്ടായിനി. ആ വത്തക്ക കഷ്ണം കൊണ്ട് ഓന് വെള്ളം ഉണ്ടാക്കുകയാണ്, വത്തക്ക വെള്ളം ഉണ്ടാക്കാൻ. അങ്ങനെ ഓന് അതിൻ്റെ പണിയാണ്, നമുക്ക് ഈ ഒരു പണിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ. ഓന് സ്കൂളില്ല കേട്ടോ, ഓൻ്റെ സ്കൂളിൽ വാർഷികമാണ്. അപ്പോൾ എനിക്ക് സ്കൂളില്ല, അപ്പോൾ ഓൻ പോയിട്ടില്ല കേട്ടോ അന്ന്. അപ്പോൾ ഞാൻ പറയും സ്കൂളില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു തുരണി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒന്നും രണ്ടൊക്കെ ഞങ്ങൾ രണ്ടോളം അങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ എണ്ണിക്കാമ്പും അരിഞ്ഞ് ഇട്ടുകണം കേട്ടോ. അപ്പം ഒരു ചെമ്പട്ടി നിറച്ചും ഇപ്പോൾ ഉണ്ടല്ലേ. അപ്പം ഇനി ഇത് കുക്കറിലിട്ടാൽ പറ്റ കുറയും കേട്ടോ. ഇനി നമുക്ക് എന്താട്ടണം, ഇത് നല്ലോണം ഒന്ന് എടുക്കണം കേട്ടോ. അപ്പം ചെറുതായിട്ടൊരു ചൊറിച്ചിലൊക്കെ ഉണ്ട്. ഇനി ചേമ്പിൻ്റെ തള്ളയാണോ ഇനി കുട്ടിയാണോ ചേമ്പും തണ്ടാണോ ഒന്നും അറിയില്ല. ഏതായാലും ചെറുതായിട്ടൊക്കെ ഒരു ചൊറിച്ചിലുണ്ടായിനി. അപ്പം ഞാൻ വേഗം കൊണ്ട് കേകിയിട്ട് നമുക്ക് കുക്കറിലാണ് കൊണ്ടുപോയിടാം. കുക്കറിൽ ഞാൻ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ചൊറിച്ചിലിന് ഒരാക്കുണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ ഇതാക്കണേ, നമ്മളെ ചേമ്പും തണ്ടും കറൂത്തിയും ഒക്കെ നമ്മളെ കുക്കറിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണ കുക്കർ ഇപ്പോൾ നിറച്ചു ആയിട്ടാ. അപ്പം ഇനി ഇത് ഇത്രക്കൊന്നും ഉണ്ടാവില്ല, ഇത് ഒന്ന് ചുങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ കുക്കറിൻ്റെ മൂട്ടിലൊരു തുള്ളി ഉണ്ടാവുള്ളൂ, അത് വേറെ കാര്യം. അപ്പം അങ്ങനെ ഞാനിതാക്കണേ അതൊക്കെ ഒന്ന് അയക്കിട്ടുക്കണം കേട്ടോ. ഇനി നമുക്ക് പച്ചമുളക് ഇല്ല കേട്ടോ മക്കളെ, പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് ഇട്ടാൽ മതി. ഞാൻ പച്ചമുളക് കഴിഞ്ഞിക്കണം. അപ്പോൾ ഞാൻ എന്താട്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടി ഇട്ടുകാണ്ട് ഉപ്പ് ഇട്ടുകാണ്ട് അങ്ങോട്ട് തീ വെച്ചിട്ട് കടുകർത്താൽ മതിയല്ലോ. അത് വിചാരിച്ചിക്കാണ്ട് അപ്പം നിൽക്കുന്നത്, പച്ചമുളക് ഇല്ല. ഇനിയിപ്പം അപ്പുറത്തും ഇപ്പുറത്തും പോയി ചോദിച്ചാനാവില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്താട്ടി, ഞാൻ കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടുകൊടുത്ത് നമുക്ക് തീമാക്കട്ടോ. അപ്പോൾ ഇത് കുറേ കണ്ടുകാണ്ട് കുറേ ഉപ്പിടാനൊന്നും നിൽക്കണ്ട. കുറേ ഉപ്പിട്ട് കഴിഞ്ഞാൽ എന്താണെന്നറിയാം, പറ്റങ്ങോട്ട് ചുങ്ങുമ്പോൾ ഉപ്പാണ് കൂടും. പിന്നെ ലേശം വെള്ളം പറഞ്ഞാൽ മതി, കാരണം നമ്മളെ ചേമ്പും തണ്ടിൽ വെള്ളം ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാനിതാക്കണേ, നമ്മളെ കൂട്ടാനുണ്ട് അടുപ്പത്ത് കക്കട്ടെ. നമുക്ക് ചോറിയും ഇട്ടിട്ടില്ല കേട്ടോ. അടിച്ചലും തുടക്കലും പാത്രം മോറലും ഒക്കെ കഴിഞ്ഞേക്കണം. ഇനി ചോറിയും ഈ കൂട്ടാൻ പണിക്ക് നിന്നാൽ നിങ്ങളോട് പറയുകയാണെങ്കിൽ ആ ഒരു പണിയൊക്കെ അങ്ങോട്ട് നിൽക്കും. അപ്പോൾ ഞാൻ എന്താട്ടി അടിച്ചലും തുടക്കലും പാത്രം മോറലും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കൂട്ടാൻ പണിക്ക് നിന്ന് കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്ന് അറിയാം, ഒരു നേരമാവും. ഈ കൂട്ടാനും പണിക്കാണ് നിന്ന് കഴിഞ്ഞാൽ നേരം കണക്കാണ് എന്നെ അറിയില്ല.
പിന്നെ രാവിലെ തന്നെ ഞാൻ തിരുമ്പി വെച്ചിന് കേട്ടോ. കുറച്ച് ഞാൻ മെഷീനിൽ ഇട്ടിക്കണേ. അപ്പോൾ തിരുമ്പാൻ നമ്മളെ ചെറുക്കൻ്റെ ആണ്, വലിയവൻ്റെതാണ് കേട്ടോ. ഓൻ്റെത് ഓന് അതിലിടാൻ പറ്റൂല. ഓൻ്റെ പാൻറ്റും ടീഷർട്ടും ഒന്നും അതിലിടരുത് കാണിക്കണേ, മെഷീനിലിടരുതാണ്. അപ്പോൾ ഞാനെന്താട്ടി അത് കല്ലുമ്മ തിരുമ്പിക്കണം കേട്ടോ. പിന്നെ എൻ്റെ ചുരിദാറുകളൊക്കെ ഉണ്ടേനി, കുറച്ച് കളറില്ല, കാണാൻ കുറച്ച് ചൊറുക്കില്ല ചുരിദാറുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനെന്താട്ടി അത് കഴിഞ്ഞ് കളറ് അതിലങ്ങനെ തിരിഞ്ഞ് കളിച്ചിക്കാണ്ട് കളർ ഇളകി കഴിഞ്ഞാൽ അപ്പോൾ മറ്റേ നിരക്കൂല. അപ്പോൾ അതും കൂടിയൊക്കെ ഞാൻ കല്ലുമ്മ തിരുമ്പിക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തോരയിടാൻ പോയി. അങ്ങനെ തോരട്ട് വന്നിട്ട് പിന്നെ നമ്മളെ കൂട്ടാനൊക്കെ വെന്തിക്കണം കേട്ടോ. അതൊന്ന് കടു ഇറക്കണം. പിന്നെ അയിലമീൻ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ വേഗം നന്നാക്കി എടുത്തിട്ട് നമ്മളെ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ട് മസാല വെച്ചിക്കാണ്ട് വെക്കണം കേട്ടോ. കുറച്ച് പെരിഞ്ചീരകം ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ ഒരു തുള്ളി വെള്ളം കൂടി അവിടെ ഉറ്റിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മസാല വെച്ച് വെക്കട്ടോ. അപ്പോൾ ഞാൻ മീൻ പൊരിച്ചിടൊന്നുമില്ല, പൊരിച്ചല്ല മുറിച്ചിടൊന്നുമില്ല, ഇങ്ങനെ തന്നെ പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അത് മസാല കൂട്ടി വെച്ചു. പിന്നെ ഞാൻ നമ്മളെ കൂട്ടാൻ കട ഇറക്കണമല്ലോ, അതിന് ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ പറഞ്ഞു കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ചേമ്പും തണ്ടും തള്ളിയും കറൂത്തിയും ഒക്കെ നല്ല ഉസ്സാറായിട്ട് വെന്തിക്കണം കേട്ടോ. ഇനി നമുക്ക് കട് പൊട്ടിച്ചേക്ക് പാര. പിന്നെ ഞാൻ ഈ ചട്ടി ഇപ്പോൾ കട ഇറക്കാൻ വെച്ചാൽ എന്താണെന്ന് പറയാം, ഞാൻ ചട്ടി തന്നെ നമുക്ക് മീനും പൊരിച്ചേട്ടോ. അതിനും വേണ്ടിയാണ് നമ്മൾ ഈ ചട്ടീനെ നോക്കി വെച്ചിക്കണത്. അപ്പോൾ ഇതാക്കണേ നമ്മളെ കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തേക്കണേ. കരിയേപ്പിൻ്റെ ഇല ഇടാഞ്ഞാൽ ഒരു ബൗസും ഉണ്ടാവില്ല കേട്ടോ കൂട്ടാൻ. നല്ലൊരു മണവും ചൂരും ചോയൊക്കെ കിട്ടണമെന്ന് വെച്ചെങ്കിൽ ഈ കരിയേപ്പിൻ്റെ ഇല ഇട്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഏതായാലും കുറച്ച് നമുക്ക് അയലോക്കത്തുനിന്ന് കുറച്ച് കിട്ടിയോണ്ട് കുറച്ച് തോനിട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അങ്ങനെയും പോകും, കുറച്ച് 2 ഇലയൊക്കെ ഇട്ടുക്കണം. എന്നാലും നമ്മൾ എന്തൊരു കൂട്ടാൻ വെക്കുകയാണെങ്കിലും ആ ഒരു സാധനം അതിൽ കണ്ടിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു പൊറുതിയേടാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഈ കരിയേപ്പിൻ്റെ ഇല ഇല്ലാഞ്ഞാൽ ഉപ്പില്ലാത്ത കഞ്ഞി കുടിച്ചിട മാതിരി ഇങ്ങനെ ഉണ്ട് വെച്ചെങ്കിൽ പറയേണ്ടിട്ടോ. അപ്പം നമ്മളെ ചോറൊക്കെ വെന്ത് ഞാൻ ഓട്ടപ്പാത്രത്തിൽ ഊറ്റി വെച്ചിങ്ങനെ കേട്ടോ. പിന്നെ ചാറുണ്ടാക്കി കേട്ടോ, പരിപ്പ് ചാറ് വെച്ചിനി. നമ്മളെ മക്കൾക്ക് ഈ കൂട്ടാൻ പറ്റൂലല്ലോ. അപ്പോൾ ഞാൻ എന്താട്ടി കുറച്ച് പരിപ്പും തക്കാളിയും ചാറും വെച്ചിക്കണ്. പിന്നെ നമ്മളെ മീൻ ഇതാക്കണേ പൊരിച്ചാൻ വേണ്ടി മസാല ഒട്ടിക്കണമല്ലോ, അതും കൂടി നമുക്കത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാക്കണേ ചട്ടി ഞാൻ ചൂടായ ചട്ടി തന്നെയാണല്ലോ, അതിക്ക് കുറച്ചും കൂടി കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇനി നമ്മളെ എന്താട്ടും സ്വഭാവം എടുക്കണ്ടായിരുന്നിട്ടേ ചട്ടീൻ്റെ സ്വഭാവം ചിലപ്പോൾ എടുക്കും. അപ്പോൾ ഞാൻ എന്താട്ടി കുറച്ച് കരിയേപ്പിൻ്റെ ഇല അവിടെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. എന്നാൽ പിന്നെ ഒട്ടിപ്പിടിച്ചില്ല. ചില നേരത്തെ ഉണ്ട് കേട്ടോ ചട്ടിക്ക് അങ്ങനെ ഒരു പിരാന്ത് ഒട്ടിപ്പിടിച്ചണേ. അപ്പോൾ അത് ഇല്ലാതെക്കാനും വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ കുറച്ച് കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് കേട്ടോ. അങ്ങനെ കരിയേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ നമ്മളെ മീൻ മറിച്ചിടാൻ ഉസാറായിട്ട് വെച്ചിന് കേട്ടോ. അങ്ങനെ മീനൊക്കെ വെന്ത് ഓഫാക്കി വെച്ച് നമ്മൾ എന്താട്ടി നമ്മൾ അടുപ്പും വീതനയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി നമ്മൾ അടുക്കളയിലത്തെ പണി കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ഔത്ത് കുറച്ച് പണിയുണ്ട്, അതെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഒരു കുടം വെള്ളം മുക്കി കുടന്ന് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അതുമായി. പിന്നെ ഇത് നിങ്ങളോട് പറയുകയാണെങ്കിൽ നമ്മളെ മിന്നുട്ടിൻ്റെ യൂണിഫോം കാണാമല്ലോ അതിന് കേട്ടോ. അപ്പോൾ അത് മുഴുവനും തിരഞ്ഞതാണ്, അത് മുഴുവനൂനാണ് വാരി വലിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു മൂലക്ക് അങ്ങനെ യൂണിഫോം ഒളിച്ചിക്കണുണ്ടായിന്, അത് നമ്മൾ കണ്ടില്ല. ഇപ്പം എന്തായി നമുക്ക് 2ാം പണിയായിട്ടോ. അപ്പോൾ കാണാഞ്ഞാണ്ട് ചിലന്നൊരു പിരാന്ത്. അപ്പോൾ അത് മുഴുവനൂനാണ് വലിച്ചാണ് വാരിയിടും. പിന്നെ എപ്പോഴും നമുക്ക് 2ാം പണി എന്നെ ഇക്കാരം. പിന്നെ ഇപ്പം എത്താ കാട്ടണം. ഇനിയിപ്പോൾ എന്താണെന്നറിയാം, ഇതൊക്കെ ഞാൻ നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഒന്നും കൂടെയാണ് മടക്കി വെക്കാം. ഇനിയിപ്പോൾ അതേ നടക്കുകയുള്ളൂ. അങ്ങനെ ഏതായാലും അതൊക്കെ മടക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് നാളെ വരട്ടെ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.